അപ്പം തന്നെയാണ് ഇവിടെ ലാവ് ദൊറിറ്റോ സ്പിനീറ്റോ പോയി ലാവ് ദൊറിറ്റോ പോയി വേറെ ഒന്നും പോയില്ല ലാവ് ദൊറിറ്റോ മാത്രം പോയി. ഓക്കെ നമ്മൾ സ്റ്റീലിങ്സ് ആണ് ഗൈസ് സ്റ്റീലിങ്സ് ആണ്. ഇതെന്തിര് 12:30 AM ഇപ്പം തന്നെ 3:52 സ്കൂൾ വിട്ടൊക്കെ വരുന്ന സമയം. അതിങ്ങനെ ശരി 2 കളി ഒരുമിച്ചാ. ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു കളി ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ എന്തായാലും ഈ സർവർ നിന്നിട്ട് എനിക്ക് വല്ല കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലീവ് അടിച്ചു. ഓക്കെ ഞാൻ ലീവ് അടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഇത് നമുക്കിന്ന് വല്ല കിട്ടിയേ തന്നെ പബ്ലിക്കിലൊന്നും കയറാൻ പറ്റൂല. കാരണം എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് ഇപ്പം എൻ്റെ കയ്യിലില്ല. ഡക്സ് ബ്ലോക്സ് ഓൺലൈൻ അല്ല. അത് ബെസ്റ്റ് സ്റ്റീൽ ഡ്രാഗൺ 1.5 ബില്യൺ. അവൻ്റെ ബെസ്റ്റ് സ്റ്റീല്. അതാണ്ട് ഇവൻ്റെ സർവർ 2 പേര് നിൽക്കുക. നമുക്കിപ്പോൾ ജോയിൻ അടിക്കാം. ഓക്കെ ഇവൻ പുതിയൊരാളാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ അന്ന് പറഞ്ഞില്ലേ അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ജോയിൻ അടിച്ചോട്ടെ സർവറിൽ. ഓക്കെ ഇതെന്ത് വരാത്ത. ഓക്കെ ഗൈസ് ട്രക്ക് സഹൂർ എന്തിനടേ ഇതൊക്കെ ഞാൻ എന്തിനാ ഇതിന് പാടെ ഇനി ഇവൻ്റെ എന്തിനുണ്ടടാ ഇങ്ങനെ പോണോണ്ടിട്ട് അവൻ പേടിക്കാൻ. പക്ഷെ ഒന്നുമില്ല. അവൻ്റെ അവൻ സെല്ലും ചെയ്യണ്. അപ്പുച്ചക്ക് എൻ്റെ അമ്മ അപ്പുച്ചക്ക് എൻ്റെ മോനെ അഡു ഹാക്കറാണെന്ന് തോന്നുന്നു. അവിടെ പോടാ അവൻ്റെ റേഡിയേറ്റ് സ്ലാപ്പ് എവിടെയാണ് എൻ്റെ ഡിവൈൻ സ്ലാപ്പൊക്കെ ഞാൻ കാണാൻ ഞെട്ടിപ്പോയി. സത്യത്തിൽ ഞെട്ടിപ്പോയിനെ. പോടാ അവൻ്റെ ഒരു റേഡിയേറ്റീവ് സ്ലാപ്പ് വാടാ. ഡിവൈൻ സ്ലാപ്പിൻ്റെ അടുത്ത് വാടാ. അവൻ്റെ റേഡിയേറ്റീവ് സ്ലാപ്പ് ഡിവൈൻ സ്ലാപ്പിൻ്റെ അടുത്ത് വാടാ. ധൈര്യം ഡിവൈൻ സ്ലാപ്പിന് ഗൈസ്. ഞാനാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ചെയ്യണ എനിക്കൊരു മണ്ടത്തരം ചെയ്തു. അത് വലിയ മണ്ടത്തരം ഒന്നും ചെറിയൊരു മണ്ടത്തരം. കാസ്ട്രോയിലെ ബേസില്ലേ ഞാൻ ആക്കാൻ നോക്കിയതാണ്. ആ മോബിയും ആ സ്കിബിഡിറ്റോറ്റും ക്രിസ്ത്യാനോ റൊണാൾഡോ ചെയ്തത് ശരിയായിരുന്നു. ആ ഒരു ഡ്രാഗനും പിന്നെ എനിക്ക് കിട്ടില്ലേ ഞാൻ ലെഫ്റ്റ് അടിച്ചിട്ട് നൈസ്. ആ ഒരു ഡ്രാഗനും ഹൈഡ്രാ ഡ്രാഗനും തെറ്റായിരുന്നു. കാസ്ട്രോയിലെ ഡ്രാഗൺ മറ്റേ ഇതാണ് ഗോൾഡ് ഗ്ലിച്ച് ട്രൈറ്റർ ഡ്രാഗനാണ്. പിന്നെ ഹൈഡ്രാ ഡ്രാഗൺ ബോംബർഡിലോ ആൻഡ് ഫയർ ട്രൈറ്റഡ് ആണ്. അത് ബേസാണ്. പിന്നെ കപ്പിത്താനോ മോബി അതും ശരിയായിരുന്നു അവൻ ഇതാക്കിയത്. പിന്നെ എന്തിനുണ്ടായിരുന്നു പിന്നെ മറ്റേ സ്കിബിഡി ടോയ്ലറ്റ് എന്തായാലും വൈഫ് വന്നിട്ട് കാണാം ഗൈസ്. ദാണ്ടേ കപ്പിത്താനോ മോബി ഹൈഡ്രാ ഡ്രാഗൺ സ്ക്രീൻഷോട്ടാണ്. കപ്പിത്താനോ മോബി ഹൈഡ്രാ ഡ്രാഗൺ കനാലോലി സ്കിബിഡി ടോയ്ലറ്റ് ആ ഡ്രാഗൺ കനാലോന് ഗ്ലിച്ച് എടുക്കണ്ട. ഇത്രയാണ് ഉള്ളത് കയ്യിൽ. ആ ഒരു കാസ്ട്രോയുടെ കയ്യിൽ. ഗൈസ് ഐ ആം ബാക്ക്. ഐ ഹാവ് എ നെറ്റ്. ഓക്കെ
വൈഫൊക്കെ വന്നിട്ട് നമ്മളിപ്പോൾ കളിക്കാൻ പോവുകയാണ്. ഓക്കെ, റംസ് ആൻഡ് മീ എൻജോയിങ് ഓൾറെഡി ഇൻ ദാറ്റ് സർവർ. ഓക്കെ, ഇത് ധാരാളം നോക്കട്ടെ. ഡക്സ് ബ്ലോക്സിൻ്റെ സർവർ. ഡക്സ് ബ്ലോക്സ് ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ടല്ലോ, 2 ഡക്സ് ബ്ലോക്സ് ഉണ്ടല്ലോ. 2 ഡക്സ് ബ്ലോക്സ് എന്ന് വെച്ച് ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ ഫേക്ക് ഡക്സ് ബ്ലോക്സ് ഇല്ലേ, സെക്കൻഡ് അക്കൗണ്ട് അല്ല, എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് ഒറിജിനൽ ഡക്സ് ബ്ലോക്സ്. വേറൊരു ഡക്സ് ബ്ലോക്സ് ഇല്ല, അന്ന് ഞാൻ കയറിപ്പോൾ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തിട്ടാ. വേറൊരു ഫേക്ക് ഡക്സ് ബ്ലോക്സ് ഇവിടെ മറ്റേ എന്തൊരു സാധനമൊക്കെ ഉള്ള ഡക്സ് ബ്ലോക്സ് ഉണ്ടല്ലോ. ഇവിടെ ചെവിയുടെ ഇപ്പുറത്ത് തലയുടെ ഇപ്പുറത്ത് എന്തൊരു സാധനം ഇരിക്കണം. ആ ഒരു ഡക്സ് ബ്ലോക്സിനെയാണ് ഞാൻ പറഞ്ഞത്. ആളെ മാറിപ്പോയിട്ടുണ്ട്. നമ്മളെ മോഡേണിൽ അതേപോലത്തെ സർവർ ക്രിയേറ്റ്. എടാ ലക്കി ബ്ലോക്കാ. എടാ എന്തൊരു കിട്ടി. എടാ അവന് എന്തൊരു കിട്ടി, ഞാനൊന്നും കണ്ടില്ല. എന്തൊരു കിട്ടി. എന്താ നമുക്ക് ഈ ഹാലോവിൻ ബേസ് തന്നെ ഇടാം. സെയിം ബട്ടർഫ്ലൈ, നോ മണി സോ ഹണി ബട്ട് ഗുഡ് ബൈ സോ ഹെവൻ. ഹായ് ഹലോ. എടാ അത് കൊള്ളാം. അടിയിൽ ഇങ്ങനെ മറ്റേ ഇതുണ്ടായിരുന്നു. എടാ അടിയിൽ ഇവൻ്റെ അടിയിൽ എന്തൊരു ബീനീസ് ആൻഡ് ഡ്രാഗൻസ്. ഡ്രാഗൻസ് ആൻഡ് സം കോമൺ ബ്രെയിൻ ഡോട്ട്സ്. ഹിപ്പോഗ്ലാസ് സ്പോട്ട് റംസ് ഗെയിംസ് എഴുത്തിൻ്റെ കൂടെ പോണ ഫുട്ബോൾ ഇവിടെ. ഹിപ്പോഗ്ലാസ് സ്പോണ്ട് കൈൻഡ് ഡക്സ് ബ്ലോക്സ്. റംസ് ഗെയിംസ് ഈസ് ഗോൾ. ഞാനും ഡക്സ് ബ്ലോക്സും പിന്നെ ഡക്സ് ബ്ലോക്കിൻ്റെ ഫ്രണ്ടും കൂടി നമ്മൾ ഫുട്ബോൾ കളിച്ചിരുന്നു. ഇന്നലെ നമ്മൾ കളിച്ചിരുന്നു വേറെ ഒരു രീതിയിൽ ഫുട്ബോൾ. അപ്പോൾ ഗോൾ റേറ്റ് റൺ ചെയ്യും അല്ലേ ഗോൾ അടിച്ചാ. എൻ്റെ മോനെ, ഗോൾ അടിച്ചാൽ ഗോൾ റേറ്റ് റൺ ചെയ്യും. ഈ സാധനത്തിന് അടിക്കണമായിരുന്നു. എടാ ഗോൾ റേറ്റ് എന്തിനാ ഒരെണ്ണത്തിന് അടിച്ചു. ഫൂളൊക്കെയാണ് അടിച്ചത്. ഗോൾ ഫുള്ളൊക്കെയാണ് അടിച്ചത്. പിന്നെ ഏതിനൊക്കെ അടിച്ച് താണ്ടേ ഞാൻ ഗോൾ അടിച്ചുകൊണ്ട് താണ്ടെ ഭയങ്കര ആഘോഷം ഇവിടെ. താണ്ടയുടെ ഫാൻസ് ഫുട്ബോൾ സ്റ്റീലെ ബ്രെയിൻ ഡോട്ട്. എടാ ജാൻ പോർക്ക ഹിഡൻസ് ഹോഴ്സ്മാനാ. ചിമ്പാൻസിനൊന്നും കുഴപ്പമില്ല. ഹിഡൻസ് ഹോഴ്സ്മാനാ. എനിക്കൊന്നും കൂടി ഗോൾ അടിക്കണോടാ. ഇനി എന്നെ അടിച്ചെന്തിന്. അടി. ഓക്കെ ഞാൻ അടിച്ച്. ഓക്കെ അവനെ ചാടി ഒന്ന് അടിക്കാൻ നോക്കിയതായിരുന്നു. ഓക്കെ എന്തായാലും അവൻ അടിച്ചെന്ന് തോന്നുന്നു. ഇല്ല ആരും ഒരാൾ എന്നെ ഇപ്പം ഇൻവൈറ്റ് ചെയ്ത് ഗോളാവ് ഏതെങ്കിലും സ്ഥലത്ത് പോയി ഗോളാവ് നീ ഒന്ന്. ഞാൻ കാണാത്ത ആരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ടെന്ന്. എന്തൊക്കെ ഇങ്ങനെ ഗോൾ അടിച്ചുകൊണ്ടിരുന്ന നമുക്ക് സ്റ്റീരിങ്സ് ഒന്നും നടക്കൂല. പബ്ലിക്കിലെ വല്ലാത്തിരി കയറി സ്റ്റീരിങ്സ് നടത്തല്ലേ ഫസ്റ്റ്.
സാമി എത്തി. ഇത് കൊണ്ടുവരേണ്ടായിരുന്നു. 20 സെക്കൻഡ് വെയിറ്റ് ചെയ്യണ്ടേ ഫസ്റ്റ് ഒരാൾ ജോയിൻ അടിച്ചിട്ട് അയാളെയും സ്റ്റീൽ ചെയ്യണമെങ്കിൽ. എന്തൊരു 20 സെക്കൻഡ് വെയിറ്റ് ചെയ്യണമല്ല ഫസ്റ്റ് ഒരാൾ ജോയിൻ അടിച്ചിട്ട് അയാളെയും സ്റ്റീൽ ചെയ്യണമെങ്കിൽ. പബ്ലിക്കിൽ അങ്ങനെയില്ല, നേരെ സ്റ്റീൽ ചെയ്യാം. പക്ഷേ സർവേഴ്സിൽ പ്രൈവറ്റ് സർവേഴ്സിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സാധനം സാമി മറ്റേ ഇതുപോലെ പബ്ലിക് പോലെ ആക്കിയിരുന്ന കൊള്ളായിരുന്നു. 20 സെക്കൻഡ് ഒന്നും വെയിറ്റ് ചെയ്യണ്ട, നേരെ അങ്ങ് സ്റ്റീൽ ചെയ്യുന്നൊക്കെ. എന്നാൽ ഇപ്പോഴേ മറ്റേ ആ സാധനം സ്റ്റീൽ ചെയ്തേനെ. എന്തായാലും എൻ്റെ പേര് രണ്ടുപേരും പെയിൻ്റകത്ത് കളിക്കുന്നുണ്ട്. ഓ പ്രൈവറ്റാണ്. ഓക്കെ പ്രൈവറ്റ് സർവറാ. ഓക്കെ എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ പി പി കളിച്ചാലോ? ആരെ കൂടെ ഇപ്പം കളിക്കും? ആരെങ്കിലും കൂടെ കളിക്കാം. ഡക്സ് ബ്ലോക്സിൻ്റെ കൂടെ കളിക്കായിരുന്നു. എന്നാൽ സൂപ്പർ എന്നായിരുന്നു. അതാണ്ട് ഞാൻ കാണിച്ചു തരാം സ്കീംസ് പറഞ്ഞാൽ കറക്റ്റ് എൻ്റെ സെയിം വേഷം ഇതാണിതാ സ്കീംസ് 4. മുമ്പേ അവൻ്റെ പേരങ്ങ് വെച്ച് മനസ്സിലാക്കായിരുന്നു. ഇവന് 32 മൾട്ടീസ് ഉണ്ടോ? ആണ്ടെ 32 മൾട്ടീസ്. മൊത്തം ഇവൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടാണ്. അതാണ്ട് അയാം ഗെയിമർ GT സൂപ്പർ. ഇതാണ്ട് RIP XDയാ. ഇത് ഒരു റാൻഡം സ്ട്രീമറായി ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ ഇങ്ങനെ ഇട്ടിപ്പോൾ ഞാൻ കമൻറ്റ് ചെയ്തപ്പോൾ എന്നെ അറിയാമെന്നൊക്കെ പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത് ഫേക്ക് ഡക്സ് ബ്ലോഗ്സ്. ഐ ആം എ ഫാൻ ഓഫ് ഡക്സ് ബ്ലോഗ്സ് ആൻഡ് ട്രൈഡ് ആൻഡ് വട്രി വൺ ആൻഡ് റംസു. എന്നെ എല്ലാവരും എന്താടാ റംസു എന്ന് വിളിക്കണം, എന്നെ റംസാൻ. അവിടെ ഇവൻ കണ്ട അവൻ റംസ് ഗെയിംസ് നടിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർക്ക് റംസു എന്നാണ്ട വിളിക്കാതാ. രണ്ട് റംസ് ഗെയിംസ് ഫാനുണ്ട്. അതാണ്ടേ ഇതാര്? ഓ ഇപ്പം എന്തിനായത്? എടാ എനിക്ക് ഇത് നമുക്കൊന്ന് ഒരു തവണ ചാനലിടണോടാ. എന്തായാലും ഒരു തവണ ഞാൻ ഇതിടും. കൊള്ളാടോ നല്ല ഗ്രാഫിക്സ്. ഇത് നമുക്കൊരു തവണ ചാനലിടണം ഗൈസ്. ചാനലിടണം. ഓക്കെ എന്തായാലും ഞാൻ ഇടും ഒരു തവണ. ഒരു തവണ നിങ്ങൾ വേണം. നമുക്ക് നാളെ ഇടണോ അതോ വേറെ എപ്പോഴെങ്കിലും ഇടണോ എന്ന് പറ. കമൻറ്റ് ഇൻ മൈ ചാനൽ. ഓക്കെ കമൻറ്റ് ഇൻ മൈ ചാനൽ ഗൈസ്. കമൻറ്റ് ഇൻ മൈ ചാനൽ ഗൈസ്. കമൻറ്റ് ഗൈസ്. കമൻറ്റ്. ഓക്കെ കമൻറ്റ് ഇൻ മൈ ചാനൽ ഗൈസ്. കമൻറ്റ് ഗൈസ്. ഇവൻ്റെ സർവർ എനിക്ക് ഓപ്പൺ ആണോ? പിന്നെ എന്ത് നേരത്തെ എനിക്ക് ലീവ് അടിക്കാൻ കാണിച്ച അറിഞ്ഞൂടെ. എന്തായാലും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ കാണിച്ചു തരാൻ പറ്റിയ ട്രിക്ക്. അപ്പം ഞാൻ കയറുമ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്യണമുണ്ട്. അവ എന്തായാലും എന്നെ ബ്ലോക്ക് ചെയ്യും ഉറപ്പ്. അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റേലൊന്നും ഒരു സാധനവും ഇല്ല. ഉണ്ട് സ്ട്രോബെറി ഇങ്ങനെ ചിക്കിളി തരിയൊക്കെ ഉണ്ട്. ഇതാരെ വയസ്സാണോ എന്തോ. ഇതാരും എൻ്റെ ഇല്ല അതുറപ്പാ. ഇതാണ്ട് ഫുട്ബോൾ. ഇതാ കണ്ട ഞാൻ സർവറിൽ കയറുമ്പോൾ ബ്ലോക്ക് ചെയ്തതാണ്. എന്നെ ബ്ലോക്ക് ചെയ്തണ്ട കണ്ട ഗൈസ്. കണ്ട ഞാൻ എപ്പോഴേ പറഞ്ഞില്ല അങ്ങനെ ഉണ്ടെന്ന്. കണ്ട അതങ്ങനെ പറ്റും ഗൈസ്. അതങ്ങനെ പറ്റും. അതങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ സെലസ്റ്റിയൽ പെഗാസസ് അങ്ങനെയല്ല പോയത്. അതങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് റംസ് ഗെയിം ഹേറ്റ് മീ ബ്രോ വാട്ട് ഐ ആം ട്രൈയിങ്. ഞാൻ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ വായിക്കും. ഇതാണ് എൻ്റെ ഫസ്റ്റ് റൂം. എൻ്റെ ഫസ്റ്റ് പ്രൈസ് റംസ് വൈറ്റീസ് റൂം.
റംസ് ഗെയിംസ്, പിന്നെ ഡോഗ്സ് റംസ് ഗെയിംസ്. ഇത് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഈ ഒരു സെർവർ പോകുന്നു തോന്നുന്നു. അല്ലേ ഇപ്പോൾ ഒരു 7/7/22 കുറച്ച് ദിവസമുണ്ട്, കുറച്ച് മാസമുണ്ട് ഇനിയും എൻ്റെ സെർവർ. ഓക്കെ, ആണ്ട് ഇവന് 2 എണ്ണം സെയിം പിച്ച്. ആടാ ഇവന് 2 എണ്ണം. എനിക്ക് ഒറ്റ പാട്ടറിയാം. പ്ലീസ് സ്പീഡ് ഐ നീഡ് ഇസ് മൈ മാം ഇസ് ഗോണ ഹോൾഡ് ഇസ് മൈ പ്ലീസ് സ്പീഡ് ഐ നീഡ് ഇറ്റ്. ആ പാട്ട് എടാ ഒരൊറ്റ മനുഷ്യല്ല ഒരു സർവർ അറിഞ്ഞു. സാമിയുടെ സർവർ ഒരു മനുഷ്യനുണ്ട്. നല്ല ആളായിരുന്ന സ്റ്റീൽ ചെയ്യാം ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നല്ല ബ്രെയിൻ ഡോട്ട്സ് ഉള്ള ആൾക്കാരായിരുന്നാൽ ഓക്കെ. എന്താ ഞാൻ സർവർ കയറട്ടെ. സർവർ കയറാണ്ട് സ്കിപ്പ് ചെയ്യാൻ വന്ന് അവൻ്റെ ഒരു എന്തെങ്കിലും നല്ല ഐറ്റം ഉണ്ടായിരുന്നു. 100%. കാരണം അതാണ് അവൻ കയറിയത് ലീവ് അടിച്ചു പോയത്. ഉറപ്പ്. എൻ്റെ എന്തൊരു വന്നിട്ട് സാധനം ഉണ്ടായി. നമുക്ക് കുറേ സാധനം വാങ്ങിയിടാം, കുറേ PvP കളിക്കാം. എടാ PvP കളിക്കാം വാ. ബുണയൊക്കെ അമ്പലബോ എന്നെ ഗോളടിച്ച് എന്നെ മൂനെ. എടാ പുതിയ കഴിയുന്ന ഒരു സ്ഥലം വന്നതിന് ഇതൊക്കെ ലഗരാന്ത വന്ന് S66 വന്ന് പ്രിപ്പർ പട്ടാഫീം കളിക്കാൻ നോക്കടാ. എല്ലാവരും പോർച്ചുഗൽ ഫാൻസാ കണ്ട. സ്റ്റോബർ എൽഫിൻ്റെ എവിടെയുണ്ടോ? സ്റ്റോബർ എൽഫിൻ്റെ എനിക്ക് മെസ്സി ഫാനാണ്, അതുകൊണ്ട് സ്റ്റോബർ എൽഫിൻ്റെ മാത്രമില്ല, മിയാവും ഇല്ല. ഇവിടെ ഫുട്ബോൾ ട്രേറ്റ് അടിച്ച ബ്രെയിൻ നോട്ട്സൊക്കെ എനിക്ക് വേണം. അല്ല ക്രിസ്ത്യാനോയുടെ സർവർ ഇവൻ എങ്ങനെ കയറാൻ പറ്റി? ഞാൻ എൻ്റെ സർവറിൽ കുറേ ആൾക്കാർ കയറുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സർവർ കയറി. മതി, ഇത്രയും മതി, നമുക്ക് PvP കളിക്കാം. പക്ഷെ എൻ്റെ റിക്വസ്റ്റ് ഇട്ട ആൾ മാറി. ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഞാൻ ഈ വാളെടുത്ത് വയ്ക്കട്ടെ. ഇവിടെ വാള്, ഇവിടെ എൻ്റെ വാളാടാ. എൻ്റെ വാളെവിടെ? എൻ്റെ വാള് താണ്ടേ മൂണ്ടെന്നാണ് കാണിക്കാം. ഇപ്പോഴാണ് കിട്ടിയത്. ഗെയിംസ് ഫോർ അക്സെപ്റ്റഡ് യുവർ ഇത് കളിക്കണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ സ്റ്റീലിങ്സ് ആണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കളിക്കാം. നമ്മുടെ സബ്സ്ക്രൈബറാണ്, അപ്പോൾ നമ്മൾ ഫാൻ കൊണ്ട് നമുക്ക് കുറച്ച് സമയം ഇവൻ്റെ കൂടെ കളിക്കാം. ഇവൻ PvP പ്രോ ആണെങ്കിൽ നമുക്ക് കുറച്ച് അധികം സമയം കളിക്കാം. അല്ലെങ്കിൽ ഈസി ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് ജയിക്കും ഗൈസ്. അതാണ് ചീസ്. ഓക്കെ, വേറെ ഏതൊരുത്തനുണ്ടായിരുന്നു റംസ് ഗെയിംസ് ഫാൻ എന്ന് പറയണം. അതിനാണ് 4th ബ്രോസിന് ആഡ് മോർ. അത് 3.5 മില്യൻ്റെ സാധനം. ഞാൻ ഇവിടെ PvP മാച്ച് എന്ന് വെച്ചാൽ PvP മാച്ച് ആയിരിക്കണം. ഇതാണ് ഞാൻ പറയണത്. ഇതാണ്ട് ഇത് വേണ്ട, ഇതൊക്കെ എന്തൊരു ജയിക്കാൻ വിടണം എന്നാ. നോ PvP വാ കളിക്കാം. ഓക്കെ കളിക്കാം. വാ. ഓക്കെ അവന് കളി മനസ്സിലായി. ബാനാ? എടാ എനിക്ക് ബാനാ?
നെഞ്ചിപ്പുറം ഇടിക്കാണ്. അല്ല, ഞാൻ എന്തിനാ എനിക്ക് ബാങ്ക് കിട്ടിയത്? എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് അതിൽ കയറാൻ പറ്റണില്ല. ഞാൻ ഇതാ. എടാ, ഞാൻ ശരിക്കും പേടിച്ചു പോയി. ശരിക്കും എന്നെ ബാനാക്കി. എനിക്ക് കയറാൻ പറ്റണില്ല അതിൻ്റെ അകത്തോട്ട്. ഞാൻ സ്റ്റീൽ ലൈബ്രറിയിലോട്ട് ക്ലിക്ക് ചെയ്ത് പ്ലേ ബട്ടൺ ഇപ്പോൾ കൊടുക്കാം. അത് വന്നില്ല ഗൈസ്, അത് വന്നില്ല. ഇതെന്താണെന്ന് ഈ പ്ലേ ബട്ടൺസ് വരാനില്ല. അത് വൈഫൈ ഇട്ടാത്തതുകൊണ്ടായിരിക്കും. എന്നാലും നേരത്തെ എന്താ അങ്ങനെ എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. സിഗ്മ ബോയ് CR7 സൂയ്. ഇതില് മറ്റേ ഇതാണ്, ഇതില് ടോംസ് ആണ്. ഈ സെർവറിൽ കയറി നോക്കിട്ട് പറ്റണില്ല. പക്ഷെ ജോയിൻ സെർവർ എന്നാണെങ്കിൽ, പക്ഷെ ഇതുവരെ ഞാൻ ജോയിൻ അടിച്ചില്ല. അതാണ് പ്രത്യേകത. ജോയിൻ അടിച്ച് അത് ലീവ് അടിച്ചാണ്. നമുക്ക് എന്തായാലും ലീവ് അടിക്കാം. ഇതിലടിച്ചില്ല. പക്ഷെ അതെന്താ എന്തോര് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എനിക്ക് എന്തെന്ന് ഇപ്പോഴും മനസ്സിലാവില്ല. നേരത്തെ PvPക്ക് എന്താണ് ഈ സംഭവിച്ചെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. ആ PvPക്ക് എന്തിനാണ് സംഭവിച്ച PvPക്ക് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഒരു ഇങ്ങനെ അയ്യോ എൻ്റെ അക്കൗണ്ട് ബാനായി. അക്കൗണ്ടല്ല, എൻ്റെ സ്റ്റീൽ ലൈബ്രറിയിലോട്ട് പോയി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, എന്നാലും അതെന്താണ് അങ്ങനെ? എനിക്കെന്തെന്ന് അറിഞ്ഞൂടാ. അടുത്ത ഇത് 42 മിനിറ്റ് ടാക്കോ ലക്കി ബ്ലോക്ക് ഈവൻ്റ് കെട്ടിയിട്ടോ ലക്ക് 8x ആണ്. ഇത് ഇത്ര 4x ആണ്. സ്പിന്നുണ്ട് എനിക്ക് ഇല്ല. എന്നാലും നേരത്തെ എന്തിനാ സംഭവിച്ചത്? ഇടയ്ക്കിടയ്ക്ക് ചില ആൾക്കാർക്ക് ഇങ്ങനെ വരും. അതുകൊണ്ട് ലക്കി ബ്ലോക്സ് നമുക്ക് എന്തായാലും ഒരു ലക്കി ബ്ലോക്ക് ഓപ്പൺ ആക്കാൻ പറയാം. ഓപ്പൺ ആക്കടാ ലക്കി ബ്ലോക്ക്. നമുക്ക് എല്ലാം ആക്കാം കേസ്. ലക്കി ബ്ലോക്കിനാ അമ്മോ അടിച്ച്. ഓക്കെ, എല്ലാം ആക്കിയ ലക്കി ബ്ലോക്ക്. എടാ ആ വിചാരിച്ചില്ല സീരിയസ്. ഇതാണ് ഞാൻ എൻ്റെ കൂടെ കളിക്കാത്ത. എന്നെ മനപ്പൂർവ്വം അടിച്ചിട്ടാണ്, അറിയാണ്ടല്ല. എനിക്കൊന്നും സെല്ല് ഞാൻ സെല്ല് ചെയ്തു ഒന്നും കിട്ടൂല. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ എന്തിനാ? എനിക്കൊന്നും വേണ്ട പാട്ട് ഐറ്റം. എന്നെ തുറന്നിടാ. ഞാൻ പബ്ലിക്കിൽ വല്ല സ്റ്റീൽ ചെയ്ത് പോയിക്കോട്ടെടാ. അന്ന് എനിക്ക് പബ്ലിക്കിൽ നിന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് ഞാൻ ഫസ്റ്റ് ഫുൾ ഈ സെർവറിൽ നിന്ന് ലീവ് അടിക്കണ്ട. നമുക്ക് ട്രേഡ് പാസ്സേ കയറാം. അവിടെ നിന്ന് ഓക്കെ ജോയിൻ ചാടി പുറകെ വരാണ്. ഈ സാധനം അന്ന് പബ്ലിക് ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബർ എനിക്ക് കോയിൻ റേറ്റ് ആൻഡ് ടാക്കോ റേറ്റഡ് DJ പാണ്ട എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാൻ നോക്കി. പക്ഷേ ഈ ഒരു ടോംസ് ആണെങ്കിൽ എനിക്ക് ആ ഒരു സബ്സ്ക്രൈബർ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു ബ്രെയിൻ ഡോട്ടാണെങ്കിൽ ഈ ടോംസ് സ്റ്റീൽ ചെയ്യാൻ ശ്രമിക്കണം. അതാണ് കണ്ടും പോലും ഇല്ലടാ. അപ്പോഴത്തേക്കും അത് ഇതാക്കി. സർപ്ലസ് ഉണ്ട്.
എന്തായാലും നമുക്ക് കുറച്ച് ബേസ് സ്കിൻസ് ഒക്കെ ആഡ് ചെയ്ത് കിട്ടുമോ നോക്കാം. ന്യൂക്ലിയർ ഡിനട്ടഹുറുള്ളൂ. ഇവിടെ കുറേ ഇതാണ്ട് ലോ സിഗ്മാസ്. എവിടെ 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 ആ കിട്ടി കിട്ടി കിട്ടി. ഓക്കെ, എന്തായാലും ഒരു റോസ് ബേസ് 2 അക്വാ ബേസും കൂടി ആഡ് ചെയ്ത് 2 അക്വാ ബേസ്. ഓക്കെ, അവനത് വേണ്ടാന്ന് അവൻ പറഞ്ഞു. ഞാൻ നിർത്തി. ട്രേഡ് എന്തിനായി? യു ആർ നോട്ട് ഇൻ എ ട്രേഡ്. അതെന്തിനാണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, നമ്മൾ സബ്സ്ക്രൈബർ ഒന്ന് നമ്മൾ അപ്പുറം ചാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ചാടിയതാണ്, പിന്നെ പറഞ്ഞില്ല. എൻ്റെ റോസ് ബേസ് സ്കിൻ ഇതിനെ കൊടുക്കും. റോസ് കൊടുക്കൂല, വേണമെങ്കിൽ ഒരു അക്വ കൊടുക്കാം. ഇപ്പോൾ അത് മാറ്റി. റേഡിയേറ്റീവ് സ്ലാപ്പൊക്കെ എൻ്റെ 2 എണ്ണം ഇല്ലാന്ന് തോന്നുന്നു. 2 എണ്ണം ഉണ്ട്. ഞാൻ നോക്കിയതായിരുന്നു ഉണ്ടായില്ലയോ. എനിക്ക് ഭയങ്കര ലാഗിങ് ആണ് ഇത്. ലാവഡറിറ്റോ. എൻ്റെ തൊണ്ട. എടാ ഡ്രാഗൺ. ഡ്രാഗൺ അല്ല, പറ്റി ഇത് റെയിൻബോ ക്യാഷ് ഷോക്കാട്ട്. ഇതാണ്ട് റെയിൻബോ ക്യാഷ് ഓർ ലവ് ബേർ 810 എലിഫാന്ത ഫ്രീക്ക്. സിഗ്നോറെ കറപ്പാച്ചേ 300 ഉണ്ട്, കുഴപ്പമില്ല. അപ്പം നുബീനി പീസ് എന്തിനിപ്പോൾ 300 എത്രയെന്ന് കാണിച്ചാ? എന്തിനിപ്പോൾ 300 എത്രയെന്ന് കാണിച്ച്? 1.1 മില്യൺ. അതേത് ഇതാ? ഇപ്പം നുബീനി പീസിന് ഇപ്പം ഇതിനെ ബ്ലഡ് റോട്ട് എത്ര എണ്ണം ഉണ്ടടാ? ബ്ലഡ് റോട്ട് ഒരു 100K. 1Kയോ? അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. 1K ഉള്ളൂടാ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത റേഡിയേറ്റീവ് ബഗ്ഗിരി ഉണ്ട്, കുറേ ഉണ്ട്. എടാ ഇതെന്തേ അച്ചടിച്ച? ഞാൻ ചേച്ചി 2 ഒരേപോലത്തെ ആളുന്നു. 3 സിഗ്മ ബോയ്സ് എനിക്ക് വേണമായിരുന്നു. 3 സിഗ്മ ബോയ്സ് കിട്ടിയ കാര്യം. നീ ഇതിലല്ലടാ ജോയിൻ അടിക്കണ്ട. നീ ജോയിൻ അടിക്കേണ്ട പബ്ലിക്കിലാണ്. നീയും പിന്നെ നീയും പബ്ലിക്കിൽ ജോയിൻ അടിക്കണം. തിത്താക്കും. നീ ഉറപ്പായിട്ടും ജോയിൻ അടിക്കണം. നീ ഉറപ്പ് ജോയിൻ അടിക്കണം. ആരും ഒരാൾ എൻ്റെ അടുത്ത് മറ്റേ ഇതും കൊണ്ട് വന്ന് നോക്കട്ടെ. ഇങ്ങോട്ടാ വേണ്ട. ഞാനിവിടെ നോക്കട്ടെ. എൻ്റെ അടുത്താണോന്ന് അറിഞ്ഞൂടാ. ആരാ? എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബ്രോ മൈ ബ്രെയിൻ ഡോട്ട് വീക്ക് സ്ക്രിപ്റ്റ്. കളത്തരം പറഞ്ഞതാന്ന് തോന്നുന്നു. നേരെ അങ്ങ് ഓടിപ്പോണ ഞാൻ കണ്ട്. ഗറാമ. വെയിറ്റ്. ഈ ഒരു സാധനം റെയിൻബോ സ്ലാപ്പ് ഫോർ യുവർ ഗരാം. ഓക്കെ, എന്തൊക്കെ വേണം? 2 അക്വാ ബേസ് സ്കിൻ. എൻ്റെ ഇത് 2 എണ്ണം ഉണ്ട്, സെയിം പിച്ച്. അടുത്ത പോയി. ഇവിടെ നിന്ന് അനങ്ങാൻ പോലും പറ്റില്ല. ഇത് എന്തിനാണോ എന്തൊരു പറഞ്ഞ ഓഫർ ഫോർ മൈ കപ്റ്റനോ ബുലീനോയാ മൊബൈലിക്കും. എനിക്കൊന്നിനും പറ്റൂല കേസ്, എനിക്കൊന്നിനും പറ്റൂല. അതാ കണ്ട പോയി ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്നും കിട്ടിയില്ല. നമുക്കൊരു 2 തവണ നമുക്ക് കറണ്ട് പോയി റീട്രൈ വന്നു. ഒന്നും കിട്ടിയില്ല. പല കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് കളിക്കുന്നത് ഈ ഒരു സാധനം. പക്ഷെ എനിക്കൊന്നും കിട്ടണില്ല ഗൈസ്. അതാണ് ഈ ഒരു ഗെയിമിൻ്റെ ഒരു പ്രത്യേകത. അല്ല കിട്ടൂന്ന് പറഞ്ഞ് കളിക്കുമ്പോൾ കിട്ടൂല.
കിട്ടൂല എന്ന് പറഞ്ഞ് കളിക്കുമ്പോൾ കിട്ടൂല. എങ്ങനെ പോയാലും ഇതിൻ്റെ അകത്ത് ഒരു സാധനം കിട്ടൂല. കിട്ടണമെന്നൊക്കെ വെച്ചാൽ അത്രയും ലക്ക് വേണം. അത്രയും ലക്കുള്ള ആൾക്കാണ് കിട്ടണം. എല്ലാവരും ചില സമയത്ത് ഞാൻ എന്തായാലും ചിലപ്പോൾ മറ്റേ മൈക്കും ചാറ്റും ഓപ്പൺ ആക്കാൻ സാധ്യത ഉണ്ട്. കാരണമെന്ന് വെച്ചാൽ VC സെർവേഴ്സിലാണ് കൂടുതൽ ഇത്. എന്നാൽ മാത്രമേ നമുക്ക് VC സെർവേഴ്സിൽ കയറാൻ പറ്റൂ. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അത് ചെയ്യും ഗൈസ്. ചിലപ്പോൾ ഞാൻ ചെയ്യും അങ്ങനെ. VC സെർവേഴ്സിൽ ഞാൻ കുറേ വീഡിയോ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. VC സെർവേഴ്സിൽ ഇങ്ങനെ ജോയിൻ അടിച്ച് ചില സെർവറിക്ക് ജാൻ പോർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ജാൻ പോർക്ക്, മിയാവ്, സ്കിബിഡി, റെയിൻബോ സ്കിബിഡി, അങ്ങനെ കുറേ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴേ വലിയ ബ്രെയിനിലോട്ടുള്ള ആൾക്കാർ ചുമ്മാ പബ്ലിക്കിൽ കയറിയാലും അവർ നേരെ കയറണ VC സെർവറായിരിക്കും. എൻ്റെ സ്കിബിഡി ടോയ്ലറ്റ് പബ്ലിക്കിൽ കയറിയിട്ട് പോയ അവന് മൈക്കുണ്ടായിരുന്നു. അവൻ പറയണ കേട്ടിന് ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് എന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ സ്കിബിഡി ടോയ്ലറ്റ് പോയി. ഇന്നല്ലേ പോയത്, അത് കുറച്ച് ആളായി. അപ്പോൾ നമ്മൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്തൊരു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.